നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റായ പോളിമോർഫിസം ആണ്. സോ പോളിമോർഫിസം എന്നതിൻ്റെ പോളി എന്നതിൻ്റെ അർത്ഥം മെനി, അതായത് മോർഫ് എന്നതിൻ്റെ അർത്ഥം ഫോംസ് എന്നാണ്. മെനി ഫോംസ് എന്നാണ് പോളിമോർഫിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇതിനെ നമ്മൾ സിമ്പിളായി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ പെർഫോം സിംഗിൾ ആക്ഷൻ ഇൻ ഡിഫറെൻറ്റ് വേസ്, ഒരു കാര്യം നമ്മൾ വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. സോ പോളിമോർഫിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് മുഖാന്തരം നമുക്കൊരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു മെത്തേഡിനെ തന്നെ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. സോ ഇതിനൊരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. സോ ഉദാഹരണമായി നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഷയും സംസാരിക്കുന്ന ഒരാളാണെന്ന് കരുതുക. സോ നമ്മളൊരു 3 സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ ഡൽഹി, തമിഴ്നാട്, കേരളം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡൽഹിയിലാണെങ്കിൽ നിങ്ങൾ ഹിന്ദിയിൽ സംസാരിക്കും. അതുപോലെ നിങ്ങൾ തമിഴ്നാട്ടിലാണെങ്കിൽ നിങ്ങൾ തമിഴിൽ സംസാരിക്കും. സോ നിങ്ങൾ കേരളത്തിലാണെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കുമെന്ന് കരുതുക. സോ നിങ്ങളിവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ നിങ്ങൾ ഓരോ സ്ഥലത്തിനനുസരിച്ചും അവിടുത്തെ ലാംഗ്വേജിന് അനുസരിച്ച് നിങ്ങൾ അത് സംസാരിക്കുന്നു. സോ നിങ്ങൾ വ്യത്യസ്ത ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു, ഓരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യസ്ത ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ പോളിമോർഫിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ നമുക്ക് ചെയ്യുന്ന കാര്യം തന്നെ വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മുഖാന്തരം നമുക്കൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു മെത്തേഡ് ഉപയോഗിച്ച് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നതിന് ഈ താഴെ കൊടുത്തിട്ടുള്ള 3 രീതിയിൽ നമുക്ക് പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഒന്നാമത്തത് ഫംഗ്ഷൻ ഓവർ റൈഡിംഗ്, രണ്ടാമത്തത് ഫംഗ്ഷൻ ഓവർലോഡിംഗ്, മൂന്നാമത്തത് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. ഈ 3ൻ്റെയും എക്സാമ്പിൾ സഹിതം നമ്മൾ പഠിക്കുന്നതാണ്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോഡ് റീയൂസബിലിറ്റിയാണ്. നമ്മൾ ഇൻഹെറിറ്റൻസിൽ പഠിച്ച പോലെ തന്നെ പാരൻറ്റ് ക്ലാസ്സിൽ ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എത്ര ചൈൽഡ് ക്ലാസ് ഉണ്ടായിക്കഴിഞ്ഞാലും അതിലെല്ലാം നമുക്ക് ആ കോഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്കിനി പോളിമോർഫിസം എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആ 3 എക്സാമ്പിളാണുള്ളത്. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻ ഓവർ റൈഡിംഗ് എന്ന് പറയുന്നതിനുള്ള എക്സാമ്പിളാണ്. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ചെയ്യാം. ഫംഗ്ഷൻ ഓവർ റൈഡിങ്ങിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ നേരത്തെ പഠിച്ച, സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ ഒരു ലാംഗ്വേജ് സ്പീക്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ നമ്മളിവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാരൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡൽഹി, തമിഴ്നാട്, കേരളം എന്ന് പറയുന്ന 3 ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഇവിടെ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. സോ ഞാൻ ആദ്യമായി ക്ലാസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാരൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ ഞാനൊരു ഫംഗ്ഷൻ കൊടുക്കുന്നു, വോയിഡ് സ്പീക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നു. സ്പീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ ഞാൻ ബോഡിയായിട്ട് സി ഔട്ട് ഐ ക്യാൻ സ്പീക്ക് ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ പാരൻറ്റ് ക്ലാസ്സിനുള്ളിലുള്ള ഫംഗ്ഷനിലെ ബോഡി എന്ന് പറയുന്നത് ഐ ക്യാൻ സ്പീക്ക് ഇന്ത്യൻ ലാംഗ്വേജ്. ഇനി നമ്മൾ ഇതേ ഫംഗ്ഷൻ തന്നെ, ഇതേ പേരുള്ള ഫംഗ്ഷൻ തന്നെ നമ്മൾ ചൈൽഡ് ക്ലാസ്സിലും ഉപയോഗിക്കുന്നു. പക്ഷേ അതിനുള്ളിലുള്ള ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യുന്നു, അതായത് അതിൻ്റെ ബോഡി ചേഞ്ച് ചെയ്യുന്നു. നമുക്ക് ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ഡൽഹി, പാരൻറ്റ് ക്ലാസ് ഇന്ത്യ. അതുപോലെ നമ്മൾ ഇത് ഒന്ന് കോപ്പി ചെയ്യുന്നു പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ ക്ലാസ് തമിഴ്നാട്, അതുപോലെ ക്ലാസ് കേരള. സോ നമുക്ക് ഫംഗ്ഷൻ ഓവർ റൈഡിംഗ് അച്ചീവ് ചെയ്യുന്നതിന് നമുക്ക് ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ആദ്യം ഇന്ത്യ എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഡൽഹി, തമിഴ്നാട്, കേരള എന്ന് പറയുന്ന 3 ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ സെയിം ഫംഗ്ഷൻ 3 ചൈൽഡ് ക്ലാസ്സിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നു. സോ ആദ്യമായി നമ്മൾ ഡൽഹിനുള്ളിൽ കൊടുക്കുന്നു. സോ പബ്ലിക് വോയിഡ് സ്പീക്ക്, നിങ്ങൾക്കിവിടെ കാണാം സെയിം ഫംഗ്ഷൻ നെയിമാണ് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷേ ഇതിനുള്ളിൽ നമ്മൾ ഐ ക്യാൻ സ്പീക്ക് ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നതിന് പകരം ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ ഡൽഹിയിലാണെങ്കിൽ നമ്മൾ ഹിന്ദി സംസാരിക്കുന്നു. അതുപോലെ സെയിം നമ്മൾ വീണ്ടും കോപ്പി ചെയ്യുന്നു. നമ്മൾ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം പേസ്റ്റ് ചെയ്യുന്നു. സോ നമ്മളിവിടെ ഈ സ്പീക്ക് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ ഐ ക്യാൻ സ്പീക്ക് തമിഴ്നാട്. സെയിം നമ്മൾ കേരള എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിലും കൊടുക്കുന്നു ഐ ക്യാൻ സ്പീക്ക് മലയാളം. സോ നമ്മളിവിടെ സ്പീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ, സെയിം ഫംഗ്ഷൻ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക്, വ്യത്യസ്ത ഡെഫിനിഷനോട് കൂടി വ്യത്യസ്ത ചൈൽഡ് ക്ലാസ്സുകളിൽ നമ്മൾ ഉപയോഗിച്ചു. ആദ്യത്തെ പാരൻറ്റ് ക്ലാസ്സിൽ നമ്മൾ ഐ ക്യാൻ സ്പീക്ക്, അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഐ ക്യാൻ സ്പീക്ക് ഇന്ത്യൻ ലാംഗ്വേജ് എന്നായിരുന്നു. പക്ഷേ നമ്മൾ ഡൽഹി എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിൽ വന്നപ്പോൾ ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി ആയി. അതുപോലെ തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഐ ക്യാൻ സ്പീക്ക് തമിഴ് എന്നായി. അതുപോലെ കേരള വന്നപ്പോൾ ഐ ക്യാൻ സ്പീക്ക് മലയാളം എന്നായി. സോ സെയിം ഫംഗ്ഷനാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്, പക്ഷേ അതിനുള്ളിലുള്ള ഡെഫിനിഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യമായി ഇന്ത്യ I1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ കേരള K1, തമിഴ്നാട് T1, ഡൽഹി D1. സോ നമുക്ക് ആദ്യമായി ഈ ഇന്ത്യയിലെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമുക്ക്
സ്പീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്ത് നോക്കാം. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ സ്പീക്ക് ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് ലഭിക്കുന്നു. അതുപോലെ നമ്മൾ I1 ഒഴിവാക്കി അതിനുശേഷം നമ്മൾ K1 എന്ന് പറയുന്ന കേരള ചൈൽഡ് ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമുക്ക് ഐ ക്യാൻ സ്പീക്ക് മലയാളം എന്ന് ലഭിക്കുന്നു. ഇനി അതുപോലെ നമ്മൾ തമിഴ്നാട് എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത T1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമുക്ക് സ്പീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഐ ക്യാൻ സ്പീക്ക് തമിഴ് എന്ന് ലഭിക്കുന്നു. അതുപോലെ നമ്മൾ ഡൽഹി എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമുക്ക് സ്പീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്യാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി എന്ന് ലഭിക്കുന്നു. സോ നമ്മളിവിടെ ചെയ്തത് വ്യത്യസ്ത ഈ ഒബ്ജക്റ്റുകളെല്ലാം ചെയ്തത് ഈ സ്പീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരുന്നു ആക്സസ് ചെയ്തത്. പക്ഷേ നമ്മൾ അത് ഡിഫൈൻ ചെയ്തതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിച്ചു. സോ നമുക്ക് ഈ ഫംഗ്ഷൻ ഓവർ റൈഡിങ് പ്രകാരം നമുക്ക് പാരൻറ്റ് ക്ലാസ്സിലുള്ള ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് നമ്മുടെ ചൈൽഡ് ക്ലാസ്സിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് അതിൻ്റെ ഫംഗ്ഷനുള്ളിലുള്ള കാര്യങ്ങൾ, അതായത് അതിൻ്റെ ബോഡി നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പാരൻറ്റ് ക്ലാസ്സിലെ ഫംഗ്ഷൻ്റെ പേര് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.